ഇടുക്കി അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ പ്രതിഷേധവുമായി വീട് നഷ്ടമായവർ. അടിയന്തര സഹായങ്ങൾ നൽകാതെ ദേശീയപാതയിലെ മണ്ണ് നീക്കാൻ അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, വലിയ നഷ്ടമാണ് ഇവരെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. പ്രതിഷേധം തുടരുകയാണോ? എന്ത് ഇടപെടലാണ്? ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? തീർച്ചയായും വലിയ ദുരന്തമാണ് അടിമാലിയിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തരമായ സഹായം അവിടുത്തെ ദുരിതബാധിതർക്ക് ഇതേവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 6ഓളം വീടുകൾ മണ്ണിനടിയിലായി പോയ സാഹചര്യമുണ്ട്. ആ കുടുംബങ്ങളിലെല്ലാം തന്നെ ഉടുത്തിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ട സാഹചര്യമാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടപരിഹാരം ഇതേവരെ, അടിയന്തര സഹായം ഇതേവരെ നൽകിയിട്ടില്ല. എന്നാൽ ആ മണ്ണിടിഞ്ഞു വീണ് ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള സാഹചര്യം, ആ നിലയിലുള്ള ഇടപെടൽ, മണ്ണ് നീക്കാനുള്ള ഇടപെടൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് രാവിലെ ആരംഭിച്ചിരുന്നു. ക്രെയിനുകളും മറ്റും എത്തിച്ച് മണ്ണ് നീക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർ സംഘടിച്ചെത്തി പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ദേശീയപാത അതോറിറ്റി തന്നെ അടിയന്തര സഹായം പ്രഖ്യാപിച്ചാൽ മാത്രമേ അവിടുത്തെ മണ്ണ് നീക്കാൻ കഴിയുകയുള്ളൂ എന്ന ആവശ്യമാണ് നാട്ടുകാരടക്കം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതിന് ഒരു ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഒരു പരിഹാര നിർദ്ദേശം ഇതേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അടിയന്തര സഹായം ഏറ്റവും അനിവാര്യമാണ്. പക്ഷേ ആ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് മൂന്നാറിലേക്കൊക്കെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അടിമാലിയിലുള്ള ആ ഭാഗം. അവിടെയാണ് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം ഏതാണ്ട് 3 ദിവസമായി തടസ്സപ്പെട്ട് കിടക്കിയിരിക്കുകയാണ്. പല വഴി തിരിച്ചുവിടുന്നതുകൊണ്ട് വലിയ ഗതാഗത തടസ്സമടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉടനടി തന്നെ മണ്ണ് നീക്കേണ്ടതുണ്ട്. എന്നാൽ ഈ പറയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്ന ആളുകൾക്ക് പുനരധിവാസത്തിനുള്ള സഹായം നൽകേണ്ടതുണ്ട്. ഇത് രണ്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രശ്നത്തിന്റെ ഉത്തരവാദികളായ ദേശീയപാത അതോറിറ്റികൾ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനും അടിയന്തര സഹായം പ്രഖ്യാപിക്കാനും തയ്യാറാകണമെന്നാണ് ഇപ്പോൾ അവിടെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുടെ നാട്ടുകാരുടെ ആവശ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നത്.